വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഗസ്റ്റ് റൂമാണ്. ജാക്വറിൻ്റെ ജക്കൂസിയാണ് കൊടുത്തിട്ടുള്ളത്. ഹായ്, ഇത് ഷെമിൻ. ഇന്ന് നമ്മൾ എടപ്പള്ളി ലുലുന്ന് വെറും 5 മിനിറ്റ് ഡിസ്റ്റൻസിൽ വരുന്ന കെൻറ്റിൻ്റെ ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് NH66 ഡയറക്റ്റ് ഫ്രണ്ടേജ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൽ നിന്നാണ് ഈ എൻട്രി വരുന്നത്. ഇത് സർവീസ് റോഡാണ്, അതിൽ നിന്നാണ് ഈ എൻട്രി വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പ്രീമിയം മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാനിറ്ററി ആണെങ്കിലും സാനിറ്ററി വെയർസ് ആണെങ്കിലും ഫിക്സേഴ്സ്, ബാത്റൂം ഫിക്സേഴ്സ് ആണെങ്കിലും എല്ലാം പ്രീമിയം ഫിക്സേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ളൊരു എലിവേഷനാണ്, നല്ല ഫസാഡാണ് വരുന്നത്. ഈ പ്രൊജക്റ്റിൽ കുറേ അധികം അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട്, സ്വിമ്മിംഗ് പൂള്, അങ്ങനെ വരുന്ന എല്ലാ അമ്യൂണിറ്റീസും വരുന്നുണ്ട്. ഈ വർഷം ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ സാമ്പിൾ ഫ്ലാറ്റ് റെഡിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ ഫ്ലാറ്റ് കാണാം. ഇപ്പോൾ നമുക്ക് സാമ്പിൾ ഫ്ലാറ്റിൽ പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ ഫ്ലാറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള. ഇത് നമ്മൾ ഈ ഫ്ലാറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡോറ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിഡ്ത്തുള്ളതും ടീക്ക് വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. നോർമൽ ഹൈറ്റിലെക്കാട്ടും കൂടുതൽ ഹൈറ്റ് ഉണ്ട് ഈ ഡോറിന് നോക്കിക്കഴിഞ്ഞാൽ. കൂടാതെ ഇതിൻ്റെ ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ലോക്ക് സിസ്റ്റമാണ്. ഇതിൽ ഫിംഗർ പ്രിൻറ്റ്, നോർമൽ കീ, ആക്സസ് കാർഡ് എല്ലാതും വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോറാണ്. ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഒരു വലിയ ഹാൻഡിലാണ്. അതുതന്നെ നല്ല പ്രീമിയം ലുക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. എൻ്റർ ചെയ്യുന്നത് നേരെ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നല്ല രീതിയിൽ സോഫയും ചെയർസൊക്കെ ഇട്ടിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂമിൽ നിന്ന് ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട്. നല്ല സൈസുള്ളൊരു ഗ്ലാസ് ഡോർ ഉണ്ട്. അവിടെ വർക്ക് ആയതുകൊണ്ട് കാണിക്കുന്നില്ല. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഗസ്റ്റ് റൂം. അത്യാവശ്യം നല്ല സൈസുള്ള ഗസ്റ്റ് റൂമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാൽക്കണി കാണാം. നല്ല സൈസുള്ള ബാൽക്കണിയാണ്. അത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള ആ ബാൽക്കണിയും ഇതും അറ്റാച്ച് ആയിട്ടുള്ള ഒരു വലിയ ബാൽക്കണിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലും ഗ്ലാസ് ഡോർ ഉണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതാണ് ടോയ്ലറ്റ്. എല്ലാ ഫിക്സ്ചേഴ്സും പ്രീമിയം ഫിക്സ്ചേഴ്സാണ് യൂസ് ചെയ്തത്. ഇത് നോക്കി കഴിഞ്ഞാൽ ഹാൻഡ്സ് ഗ്രോഹയാണ്. അതേപോലെ സാനിറ്ററി വെയർസും എല്ലാതും പ്രീമിയം ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു വലിയ ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിന് നേരെ ഓപ്പൺ കിച്ചണിലേക്കാണ് എൻട്രി വരുന്നത്. നല്ല വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. അവിടെ ലൈലൻ കിച്ചണൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു യൂട്ടിലിറ്റി കിച്ചൺ വരുന്നുണ്ട്. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചണാണ്. അത് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ബാൽക്കണി വരുന്നുണ്ട്. ഇവിടെ ലോണ്ടറി ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെ കീപ്പ് ചെയ്യാം. കൂടാതെ ഇവിടെ ഷെൽഫുകളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മെയ്ഡ്സ് റൂമിലേക്കുള്ള എൻട്രി. മെയ്ഡ്സ് റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടോയ്ലറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നാണ് അടുത്ത ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. ഈ ബെഡ്റൂമിലാണെങ്കിലും വലിയ വിൻഡോ ആണ് വരുന്നത്. നല്ല രീതിയിൽ ലൈറ്റൊക്കെ വരുന്ന രീതിയിൽ ഒരു ഫുൾ ഹൈറ്റ് വിൻഡോ ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. എല്ലാ ടോയ്ലറ്റിലും നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ഫിക്സേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഷവർ പാർട്ടീഷൻ വരുന്നുണ്ട് ഗ്ലാസിൻ്റെ. അതിൻ്റെ അടുത്തായിട്ട് ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള വാഷ് ഏരിയയാണ്. ഇതിൻ്റെ ഈ കർവ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ പല ഡിസൈൻസും ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹോം തിയേറ്റർ ഏരിയയാണ്. അത്യാവശ്യം സൈസുള്ളൊരു ഹോം തിയേറ്ററാണ്. ഇപ്പോൾ ഇതിൽ 4 സോഫാസാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് സ്ക്രീന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹോം തിയേറ്ററിൽ പോലും ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ബാൽക്കണിയാണ്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കായതുകൊണ്ട് വ്യൂ ഇപ്പോൾ കാണാനൊന്നുമില്ല. കൊറിഡോറിൽ നിന്ന് റൈറ്റ് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിൽ കിഡ്സ് ബെഡ്റൂമും വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ വുഡൻ ഫ്ലോറിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലും വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കായതുകൊണ്ട് അത് കാണിക്കാനൊന്നുമില്ല. NHലേക്കാണ് വ്യൂ വരുന്നത്. അതിൻ്റെ ടോയ്ലറ്റ് ഇവിടെയാണ് വരുന്നത്. ഇതിലൊരു ജക്കൂസിയൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ജാക്വറിൻ്റെ ജക്കൂസിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാനിറ്ററി വെയർസൊക്കെ അർമാനി കാസ ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിക്സ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജെസ്സിൻ്റെ ഫിക്സ്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ഇതേപോലെ പ്രീമിയം ആയിട്ടുള്ള ഈ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിലും ഷവർ പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ കിഡ്സ് ബെഡ്റൂമാണ് വരാനുള്ളത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു കിഡ്സ് ബെഡ്റൂമാണ്.
ഇവിടെ വലിയ ഗ്ലാസ് വിൻഡോ ആണ് വരുന്നത്. അടുത്തായിട്ട് കിഡ്സ് ടോയ്ലറ്റ് ആണ്, അതും നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫിക്സ്ചേഴ്സൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ഫിക്സ്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയണേ, NH66 ഡയറക്റ്റ് ഫ്രണ്ടേജ് വരുന്നതും അതിൻ്റെ സർവീസ് റോഡിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ഉള്ള ഈ ഒരു പ്രീമിയം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കാണ്. അതായത് 26 ലാസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു യൂണിറ്റ് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബൈ.